ഈ ക്രിസ്മസ് അല്ലെങ്കിൽ പുതുവത്സരം ഈ സമയങ്ങളിൽ ഞാൻ സ്കൂളിലൊക്കെ പഠിക്കുന്ന സമയത്ത് നമ്മൾ ഇതിനു വേണ്ടി വെയിറ്റ് ചെയ്യുന്ന എന്തിനാണെന്ന് അറിയോ? ഈ സമയത്ത് നമുക്ക് ഒരുപാട് കാർഡുകൾ കിട്ടും, ക്രിസ്മസ് കാർഡ്. അതൊരു എന്താണ് പറയുക, നമ്മുടെ വേണ്ടപ്പെട്ട ആൾക്കാർ, നമ്മുടെ ബന്ധുക്കൾ അല്ലെങ്കിൽ സുഹൃത്തുക്കളൊക്കെ അയച്ചു തരുന്ന കാർഡുകൾ, അതിന്റെ ഒരു കളക്ഷൻ തന്നെ ഉണ്ടായിരുന്നു. കാരണം പല സീസണിൽ പല വെറൈറ്റി കാർഡാണ്. തുറക്കുന്ന സമയത്ത് മ്യൂസിക് കളിക്കുന്ന കാർഡുകൾ, സ്വയമായിട്ട് ഡിസൈൻ ചെയ്യുന്ന കാർഡുകൾ, അവരുടെ ഒരു പേഴ്സണൽ ടച്ചിൽ കാർഡുകൾ. പക്ഷെ ഇപ്പം അങ്ങനെ കാർഡുകൾ ഇല്ല, എല്ലാം ഡിജിറ്റലാണ്. അപ്പോൾ നമ്മൾ രാവിലെ ഫോൺ എടുത്തു കഴിഞ്ഞു കഴിഞ്ഞാൽ ഡിജിറ്റൽ കാർഡുകളുടെ ഒരു പ്രളയമാണ്. എനിക്ക് അങ്ങനെ ശേഖരിച്ചു വെക്കുന്ന അതൊരു ഓർമ്മയാണ്. പല രീതിയിലുള്ള കാർഡുകളുണ്ട്. തുറക്കുമ്പോൾ പല ലെയറുകളായി ഇങ്ങനെ കട്ടായിട്ടുള്ള ടൈപ്പ് ഓഫ് നമ്മുടെ ക്രിസ്മസ് കാർഡുകളുണ്ട്, വിഷസ് കാർഡുകളുണ്ട്. അപ്പൊ ഇതിങ്ങനെ ശേഖരിച്ചു വെക്കുന്നതിന് എന്റെ ഭർത്താവിനെ വിളിക്കുന്നത് ഹൃദയകുമാരി എന്നാണ്, ഋഷിയുടെ കഥാപാത്രം. അപ്പൊ നമുക്ക് സൂര്യോദയം കാണാം, ഓരോ സ്ഥലത്തെയും സൂര്യോദയം. ഇപ്പൊ ഇന്ന് ഇവിടുത്തെ ആകാശത്തിന് നല്ല ഭംഗിയാണ്. ആ ആകാശത്ത് നിന്ന് സൂര്യൻ ഇങ്ങനെ പതുക്കെ ഉദിച്ചുയരുന്ന കാഴ്ചയാണ് രാഹുൽ VS-ഉം അനുവും കൂടെ പകർത്തി പ്രേക്ഷകരിലേക്ക് എത്തിക്കുന്നത്. നമ്മുടെ കൂടെ ഫെബിന് വിവേകും കൂടെ ഉണ്ട്, അവർക്ക് സഹായമായിട്ട്. യെസ്, അപ്പോൾ നമുക്ക് ഇവിടുന്ന് ആ സ്റ്റോറിയിലേക്ക് പോവാം. ക്രിസ്മസ് പുതുവത്സര സന്ദേശങ്ങൾ ഇക്കാലത്ത് കൈമാറുന്നത് നവമാധ്യമങ്ങൾ വഴിയാണ് എന്ന് നമുക്കറിയാം. എന്നാൽ ഇപ്പോഴും ഗ്രീറ്റിംഗ് കാർഡുകൾ അയക്കുകയും അതിനായി കാത്തിരിക്കുകയും ചെയ്യുന്ന ഒരാളുണ്ട് കോഴിക്കോട്ട്. അയാളെ കുറിച്ചാണ് നമ്മൾ ഇനി പറയാൻ പോകുന്നത്. അരീക്കാട് സ്വദേശിയായ റിട്ടയർഡ് അധ്യാപകൻ ആന്റണിയുടെ കൈവശമുള്ളത് 1/2 നൂറ്റാണ്ട് കാലത്തെ ഗ്രീറ്റിംഗ് കാർഡുകളാണ്. ആ വിശേഷം കാണാം. എല്ലാ ക്രിസ്മസിനും ആന്റണി മാഷുടെ വീട്ടിലേക്ക് ആശംസാ കാർഡുകൾ എത്തും. പലതും മാഷ് അയച്ചതിനുള്ള മറുപടിയാണ്. കഴിഞ്ഞ 50 വർഷമായി ഈ പതിവ് തെറ്റിയിട്ടില്ല. $2000 വരെയുള്ള കാർഡ് കൂടുതലും ഉള്ളത്. ഇതിനകത്ത് ആരോ ഉണ്ട് എഴുതിയിട്ടുണ്ട്, കത്തുകളൊക്കെ അയക്കുന്നത് അതെല്ലാവർക്കും ഭയങ്കര ഇഷ്ടമാണ്. മറുപടി കിട്ടുമ്പോൾ വലിയ സന്തോഷം. അവർ മറുപടി അയക്കുമ്പോൾ ദൂരെയുള്ള എൻ്റെ കത്ത് കിട്ടുമ്പോഴാണ് എല്ലാ വിവരവും, നാട്ടിലുള്ളവരുടെ പോലും വിവരങ്ങൾ അറിയുന്നത്. വ്യത്യസ്തമായ ഗ്രീറ്റിംഗ്സ് കാർഡുകളാണ് പ്രത്യേകത. പലതും ആ കാലഘട്ടത്തെ അടയാളപ്പെടുത്തുന്നവ. ചിലതൊക്കെ എടുത്ത് നോക്കുമ്പോൾ നമുക്ക് തന്നെ അവരെ പറ്റിയുള്ള എല്ലാ ചിന്തകളും നമ്മുടെ മനസ്സിൽ വരാറുണ്ട്. നവമാധ്യമങ്ങളുടെ ഈ കാലത്തും കാർഡുകൾ വഴിയുള്ള സന്ദേശ കൈമാറ്റത്തിന് ഗൃഹാതുരതയുടെ സുഖം കൂടിയുണ്ടെന്ന് ആന്റണി മാഷ് പറയുന്നു. #24 കോഴിക്കോട്.